ഇത് മഞ്ഞപ്രാവ് മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ പ്രഷർ പ്ലസ് വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം, ക്ലച്ച്, പ്ലഗ്, ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലയിൽ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലച്ച് വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഫുള്ളായിട്ട് നമുക്ക് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം. അതുപോലെ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോക്സ് ഡ്രൈവ് നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതുപോലെ ബെൽറ്റായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. എയർ ഫിൽറ്റർ നമുക്കത് ക്ലീൻ ചെയ്തിടാം. അതുപോലെ പ്ലഗ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ പ്ലഗിനായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിടാം. ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ആക്സിഡൻറ്റിൻ്റെ ഒരു കേബിളിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞില്ല. ആക്സിഡൻറ്റ് തീരെ പ്ലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടെ. അപ്പോൾ ഇത്തവണത്തേക്ക് നമ്മളത് പ്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നിലവിലും റിപ്പീറ്റും ഈ ആക്സിഡൻറ്റോ അല്ല റേസിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിളും മാറ്റിയിട്ടുണ്ട് വരും. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിളൊന്ന് മാറ്റിയിടേണ്ടി വരും കേട്ടോ. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഷോയിൽ നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളായാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. സ്പീഡ് ഔട്ടും വർക്കിംഗ് ആണ്. പിന്നെ അതിൻ്റെ ബുഷുകൾ, ഷോക്കപ്പിൻ്റെ 2 ബുഷ് നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഒന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. ലിങ്ക് ബുഷായാലും ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആ ബാറ്ററിയുടെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാറ്ററിക്ക് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സെൽഫൊക്കെ വർക്കിംഗ് ആണ്. എന്നാലും നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ ഡാമേജുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.62 ആ ലെവലിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് ഇടുന്നുണ്ട്. കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് അറിയാമോ? ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റിടേണ്ടി വരും. ഇപ്പോൾ അതിന് വേണ്ടി മാറ്റണമെന്നില്ല. സെൽഫിൻ്റെ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻ്റ് വർക്ക് ചെയ്യുന്നത് അത് ബൾബിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിലും കൂടി മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് ആ ബാക്ക് വീൽ കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്ക് വീല് ഇപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചത് കൊണ്ടാണ് ബാക്ക് വീൽ അയച്ചത്. അതും കൂടി അയച്ചിട്ടൊന്ന് ബ്രേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിന് അയച്ചിട്ട് ക്യാമൊക്കെ അയച്ച് ഗ്രീസിൽ റീസെറ്റ് ചെയ്യണം. പിന്നെ വണ്ടി ഒരു വെട്ടലിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അത് നമുക്ക് കാണിക്കുന്നത് ബാക്ക് ടയറിൻ്റെ ഒരു കംപ്ലയിൻ്റ് കാണിക്കുന്നത്. അപ്പോൾ ബാക്ക് ടയർ അത്യാവശ്യം മാക്സിമം ആയിരുന്നു. ഇനി മാറ്റാൻ തരട്ടെ. ഈ മാറ്റുന്ന സമയത്ത് ഈ മോഡൽ ടയർ ഇടാതിരിക്കാം. ഫ്രണ്ടിൽ കിടക്കുന്ന മോഡൽ വി ഷേപ്പ് പറയും, സാപ്പർ, ആ മോഡൽ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ മോഡൽ ഇട്ടാൽ തന്നെ കംപ്ലയിൻറ്റ് വണ്ടി ഓടിക്കുമ്പോൾ കുറേ വെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വണ്ടി കമ്പനി വന്നപ്പോഴുള്ള മോഡൽ, അപ്പോൾ ആ മോഡൽ ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം.